and leading us into worship. God bless you. Let's look to the word. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് കേൾക്കുവാൻ പിന്നെയും കർത്താവ് നമുക്കിടയാക്കട്ടെ. ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. സന്നിധരായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. മത്തായി സുവിശേഷം അതിൻ്റെ 28-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ നിങ്ങളോട് സംസാരിച്ചു. But the angel answered and said to the woman, "Do not be afraid, for I know that you seek Jesus who was crucified." ക്രൂശിക്കപ്പെട്ട 5-ാമത്തെ വാക്യം മലയാളത്തിൽ വായിച്ചാട്ടെ. ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട ഞാൻ അറിയുന്നു. ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആരെ അന്വേഷിക്കുന്നത്? ക്രൂശിക്കപ്പെട്ട യേശുവിനെ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, വാക്തത്വം കൊടുത്ത് സംസാരിച്ച് ദൈവത്തിൻ്റെ വാക്തത്വം അവരെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ മരിക്കും, മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വാക്തത്വങ്ങൾ യേശു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നും ശിഷ്യന്മാർ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്ത്രീകൾ വന്ന് അന്വേഷിക്കുന്നത് എന്താ അന്വേഷിക്കുന്നത്? What are these women looking for? They know Jesus has promised that he is going to rise again. He's going to rise up from the dead. They are still seeking him among the dead. And the angel is saying, you are seeking Jesus who was crucified. He's laid down, he's buried. What is the angel of the Lord saying? Yennal. 6-ാമത്തെ വാക്യം. He is not here, for he is risen. അവൻ ഇവിടെ ഇല്ല. കാരണം എന്നാ കാരണം? അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. Amen. So this morning, what are we looking for? What do we want to see? I told last week that, are we looking for the promises of God being fulfilled in our life, or are we still living in the darkness where we do not know what can happen or what will happen? Right? I spoke few things in പകൽക്കാലം. വിഷയങ്ങൾ മുൻപോട്ട് പിന്നെയും കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രൂശിലെ മരണം ക്രിസ്തു അനുഭവിക്കുന്നതിന് മുന്നമേ, ഈ ദൗത്യം യേശു ഏറ്റെടുക്കുന്നതിന് മുന്നമേ, I told you last week, before he took up this mission of God, there was a voice which he heard in the book of Isaiah. We read, ആർ നമുക്ക് വേണ്ടി പോകും, ആരെ ഞാൻ അയക്കണ്ടു, whom shall I send, who will go for me എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത്, അടിയനെ അയക്കണമെന്ന് പറയുന്നു. Right? യേശു തന്നെ സമർപ്പിക്കുകയായിരുന്നു. So I told you that there was an obedience, there was a submission to God and a surrender to the will of God. He humbled. We read from the portion last week, and this morning also we heard ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. He humbled himself, he was obedient, and he surrendered. Right? എന്നാൽ ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിക്കുക. യേശു ഈ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുന്നമേ യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു എന്തുവാ ചെയ്യാൻ പോകുന്നെന്ന്. അല്ലേ? He knew what he was getting into. എപ്രകാരമുള്ള കഷ്ടതയിൽ, എപ്രകാരമുള്ള ഭാരത്തിൽ കൂടെ താൻ കടന്നു പോകാൻ പോകുകയാണെന്ന് യേശുവിന് നന്നായി മനസ്സിലായിട്ടും അവൻ എന്ത് ചെയ്തു? പിതാവിന്റെ ദൗത്യം അവൻ ഏറ്റെടുത്തു. കർത്താവ് നൽകിത്തരുന്ന ദൗത്യങ്ങൾ, ദൈവം നൽകിത്തരുന്ന ശുശ്രൂഷകൾ, ദൈവം നൽകിത്തരുന്ന ജീവിതങ്ങൾ, ദൈവം നൽകിത്തരുന്ന അനുഗ്രഹങ്ങളിലൊക്കെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവമാ നൽകിത്തരുന്നതുമെങ്കിൽ അത് ഏറ്റെടുത്താൽ ദൈവത്തിന്റെ അനുഗ്രഹം കാണുവാനായിട്ട് കഴിയും. Hallelujah. If God is the one who is calling you into something, if the Lord is giving you something, he is calling you into mission, he is calling you into ministry, he is calling you into family life, he is calling you into church fellowship, whatever it may be,
You know the struggles. You know what you're going to suffer. You know the troubles that you will be facing. But even though, in spite of all that, if you are somebody who willfully surrendered to the will of the Lord, ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും ദൈവഹിതം എന്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് മനസ്സിലാക്കി ദൈവഹിതത്തിനായി സമർപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം ഒരു ഉയർപ്പിന്റെ ദിവസവും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. മനസ്സിലായോ ദൈവ പൈതലേ? ഹല്ലേലൂയ. കഷ്ടതയിൽ കൂടെ നീ കടന്നു പോകുമ്പോൾ അത് നിന്നെ തളർത്തി കളയരുത്. എനിക്ക് ഉയർപ്പുണ്ടെന്ന് തന്നെ നിശ്ചയിക്കണം. രോഗത്തിൽ കൂടെ സങ്കടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ പിതാവിന്റെ ഹിതത്തിനായി നീ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ പിതാവിന്റെ ആഗ്രഹം അവൻ തകർത്തു കളയുവാൻ അവന് മനസ്സ് തോന്നിയെങ്കിലും അവനെ ഉയർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരുന്നു. മനസ്സിലായോ ദൈവ പൈതലേ? പലപ്പോഴും നിന്നെ തകർത്തു കളയുവാൻ ദൈവത്തിന് ഹിതം തോന്നിക്കാണാം. God might have allowed you to be crushed. No situations, struggles, different times, phases in your life, seasons in your life. It may have been so tough for you to move forward. Sometimes God allowed those crushings in your life. Why did God allow it? ദൈവം എന്തിനാണ് അത് അനുവദിച്ചത്? ദൈവം അറിയാതാണോ ഇത് സംഭവിച്ചത്? No, God knows. When God is allowing you to go through that crushing, God knows it. Hallelujah. ക്രഷിങ്ങിൽ കൂടെ കടന്നുപോയി കഴിയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരു പാത്രമായി തീരുവാൻ ഇടയായി തീരും. So I was saying Jesus knew what he was getting into. How do we know? You know, if we look back to Genesis chapter 3 and verse 15, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും. പിന്നെ അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. എവിടെയാ ഇത് പറഞ്ഞത്? ഉൽപ്പത്തി പുസ്തകത്തിൽ. A promise which is made in the Garden of Eden. So when Jesus was surrendering himself, here I am, send me. ദൈവത്തിന്റെ ഉദ്ദേശത്തിനായി, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി അവനെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, ഏദൻ തോട്ടത്തിൽ പിതാവിനോട് കൂടെയുള്ള യേശുവിന് അറിയാമായിരുന്നു എന്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അവൻ നിന്റെ തലയെ തകർക്കും. ഹല്ലേലൂയ. ആ ഒരു വാഗ്ദത്തം കടക്കുകയായിരുന്നു. അന്നേരം ദൈവത്തിന്റെ ഇഷ്ടത്തിനായി അവനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, when Jesus was surrendering himself to the will of the Father, he was actually giving himself to be crushed by the world. ലോകം അവനെ തകർത്ത് കളയുവാൻ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ദൈവഹിതത്തിനായി, ശ്രദ്ധിച്ചു കേൾക്കണമേ, ദൈവഹിതത്തിനായി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ തകരപ്പെടാനും റെഡിയായിരിക്കണം. ആമേൻ. തകർത്ത് കളയുന്നത്, തകർച്ച വരുന്നത് ജീവിതത്തെ നശിപ്പിച്ച് കളയുവാനല്ല. അന്നേരം യേശുവിന് അറിയാമായിരുന്നു എന്തിനാ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. 1-2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഏദൻ തോട്ടത്തിൽ എന്താ സംഭവിച്ചത്? Why should this statement be made by God the Father that I will put an enmity between you and the woman, between your seed and her seed? Why was this said? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? മനുഷ്യൻ ദൈവത്തിന്റെ രൂപത്തിലും സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനകൾ അത് പൊട്ടിച്ചപ്പോൾ, ബ്രേക്ക് ചെയ്തപ്പോൾ, എന്ത് ചെയ്തു? കൽപ്പനകൾ അനുസരിക്കാതെ വന്നപ്പോൾ, when man, humankind, broke the commandments of God, you shall not eat. ഈ കഴിക്കരുത്, കഴിക്കുന്ന നാളിൽ മരിക്കും. You shall not eat the fruit of this tree or else you will die. The day you eat, you will die. കഴിക്കുന്ന ദിവസം നീ മരിക്കും. മരിച്ചാലും വേണ്ടില്ല, കഴിക്കണം. അല്ലേ?
ചിലതൊക്കെ ദൈവം സ്പഷ്ടമായിട്ട് പറഞ്ഞു തന്നാലും ചാടി അങ്ങ് വീഴുകയാ. ചത്താലും വേണ്ടില്ല, കഴിച്ചിട്ടേ ഉള്ളു കാര്യം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ദൈവം പറഞ്ഞതിന് മാറ്റമൊന്നും വരുത്തില്ല. അന്നേരം അവിടെ അനുസരണക്കേട് സംഭവിച്ചു അല്ലെ. 5 കൂട്ടം കാര്യങ്ങളാണ് ദൈവം അതിനെ അവിടെ പഠിപ്പിച്ചത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. 5 things happened there. യേശു അറിയുന്നില്ലേ, when Adam and Eve they ate from the fruit of the tree of the knowledge of good and bad, what was happening? നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ കഴിവ് തരുന്ന ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കുമ്പോൾ ആദാമും ഹവ്വയും എന്താ ചെയ്തത്? First they disobeyed God, they broke the commandment, and then they did not confess their wrongdoings, rather they blamed each other. Fourth, the relation between God was broken due to disobedience. Fifth, they were driven out from the Garden of Eden. അല്ലേ? ചിന്തിച്ചു നോക്കിക്കേ. Disobeyed God, they broke the commandment of God, they did not confess their wrongdoings, they started blaming each other. Then relationship with God was broken, and now they were driven out from the Garden of Eden. Mainly these are 5 things which happened in the Garden of Eden. So when God is saying, I will put an enmity between your seed and the woman's seed, and he will crush your head, ഈ കാര്യങ്ങൾ പറയുമ്പോൾ യേശു അവനെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കണം? പാപത്തിൽ അനുസരണക്കേട് കൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ വന്ന് അതുകൊണ്ട് സംഭവിച്ച ദൈവമായിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ആയത്, പരദീസ നഷ്ടപ്പെട്ടത്, ഇതെല്ലാം യേശു എന്ത് ചെയ്യണം? വീണ്ടെടുപ്പ്, അതിനെല്ലാം വീണ്ടെടുപ്പ് ഉണ്ടാക്കണം. Jesus has to restore everything which man lost in the Garden of Eden. Hallelujah. ആരെയും കൊണ്ട് സാധിക്കും ഇത്? So hallelujah, when Jesus, യേശു മനുഷ്യനായി വരുമ്പോൾ എന്തെല്ലാം സംഭവിക്കണം? Obedience to God. Then he gave new laws and commandments to obey. Instead of blaming each other, they have to confess they have committed sin and fallen short of the glory. Then restored relationship, and then Jesus opened way to eternal life. യേശുവിന്റെ മരണത്താൽ ഇതെല്ലാം നടക്കണം. അനുസരണം ഉണ്ടാകണം, കൽപ്പനകൾ അനുസരിക്കപ്പെടണം, അന്യോന്യം കുറ്റം വിധിക്കാതെ പാപിയാണെന്ന് ഏറ്റുപറയണം, പിതാവിനോടുള്ള ബന്ധം അവിടെ റിസ്റ്റോർ ചെയ്യണം, പിന്നെ നിത്യതയ്ക്ക് അവകാശികളായി തീരണം. ഇതെല്ലാം അവിടെ സംഭവിക്കണം. ആമേൻ. അന്നേരം യേശു, did he know what he was getting into? യേശു ഇത് കേട്ടപ്പോൾ, അടിയനെ അയക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം സംഭവിക്കണം. ആർക്ക് ചെയ്യുവാൻ കഴിയും? ആർക്ക് ചെയ്യുവാൻ കഴിയും? പിതാവിനോട് അടുപ്പിക്കുവാൻ ആർക്ക് ചെയ്യുവാൻ കഴിയും? ദൈവത്തോടുള്ള അനുസരണത്തിലേക്ക് കൊണ്ടുവരുവാൻ ആർക്ക് ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. സ്വയത്തിന്റെ പാപങ്ങളെ ഏറ്റുപറയുവാനുള്ള മനസ്സുണ്ടാകണമെങ്കിൽ ആർക്ക് ചെയ്യുവാൻ കഴിയും? പിതാവിനോടുള്ള ആ സാമീപ്യം ലഭിക്കണമെങ്കിൽ അത് ആർക്ക് നേടിയെടുക്കുവാൻ കഴിയും? മനസ്സിലാക്കണമേ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ഇവിടെ നിന്ന് പറയട്ടെ. ഹല്ലേലൂയ. യേശു, Jesus knew what his mission was. Jesus knew what he was taking up. Jesus knew what he was getting into. Jesus understood the plan of God. Hallelujah. He understood what God was looking for. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, ജീവിതത്തിന്റെ സാഹചര്യത്തിൽ പലപ്പോഴും ദൈവിക ആലോചനകൾ കേട്ട് ദൈവം ചിലതൊക്കെ ചെയ്തെടുക്കുവാൻ നമ്മെ നോക്കുമ്പോൾ ഞാനിതാ എന്ന് പറഞ്ഞ് സമർപ്പിക്കുവാൻ മനസ്സുണ്ടോ, അതോ ഇതൊന്നും എനിക്കെന്തോ വേണമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണോ? ഹല്ലേലൂയ. മാനവരാശിയെ വീണ്ടെടുക്കണമെങ്കിൽ വേഷത്തിൽ മനുഷ്യനായി പിതാവിനോട് ഉള്ള ആ സാമീപ്യം, ആ ഈക്വാലിറ്റി വിത്ത് ഗാഡ്, അത് മാറ്റി വെച്ച് വേഷത്തിൽ മനുഷ്യനായാൽ മാത്രമേ പിതാവിനോട് മനുഷ്യനെ അടുപ്പിക്കുവാൻ കഴിയത്തുള്ളൂ, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിയത്തുള്ളൂ. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി അവൻ തീരുമ്പോൾ, ഹല്ലേലൂയ, മനുഷ്യന്റെ വീണ്ടെടുപ്പാണ് നേടിയെടുക്കുന്നത്. മനസ്സിലായോ ദൈവ പൈതലേ? പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ നിന്റെ വിളിയിൽ
ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതിൽ നീ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിച്ച് ദൈവരാജ്യത്തിൽ ഹല്ലേലൂയ ചിലതിനെയൊക്കെ അടുപ്പിക്കുവാനായിട്ട് നിന്നെ കൊണ്ട് കഴിയും. ദൈവവേദലേ, God wants to use you for that. Hallelujah. It is difficult. Why should I do that? The cross is going to be heavy. Hallelujah. It is going to be humiliation. I don't want to go through this embarrassment. No, that is not what you should be saying. There's a bigger plan of God which God wants to reveal through you, and He wants to do something extraordinary through your life. Would you be surrendering your life to the Lord and say, Lord, here I am. ഹല്ലേലൂയ, എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയുവാൻ സാധിക്കുമോ? അതോ ഏദൻ തോട്ടത്തിൽ യേശുവിനറിയാമായിരുന്നു തല തകർക്കപ്പെടുമെന്ന്, എന്നാൽ പോലും സമർപ്പിച്ചു. പലരും പല വിഷയങ്ങൾ ഏറ്റെടുക്കാത്തതിന്റെ കാരണം എന്നാണെന്നറിയാമോ? തകർക്കപ്പെടുമെന്നറിയാം, അല്ലേ? അപമാനിതരായി തീരുമെന്നറിയാം, സങ്കടത്തിൽ കൂടെ പ്രയാസത്തിൽ കൂടെ കടന്നു പോകേണ്ട വരുമെന്നറിയാം. അതുകൊണ്ട് പല വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവം എന്തെങ്കിലും കൊണ്ടുവന്ന് ഹല്ലേലൂയ ശുശ്രൂഷകളോ ദൈവത്തിന്റെ ഹിതമോ പ്രാർത്ഥനാ ജീവിതമോ, I do not know your calling. I do not know what God is calling you into. Hallelujah. To lead worship, to maybe sing or to play instruments or to preach. I do not know what God is calling you into. It might be painful. You might have to sacrifice certain things. Hallelujah. Are you willing to take it up? ദൈവത്തിന്റെ പ്ലാൻ വെളിപ്പെട്ടു വരുവാൻ, for the plan of God to be unveiled, for the plan of God to, hallelujah, for God to unfold His plan in our life. Are we willing to surrender ourselves this morning? സമർപ്പിക്കപ്പെടുവാനായിട്ട് ഇഷ്ടമുണ്ടോ? അതോ ഏദൻ തോട്ടത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് സ്ത്രീയുടെ സന്തതിയുടെ തല തകർക്കപ്പെടും, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണോ? കേൾക്കണമേ, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായതുകൊണ്ട് എന്ത് സംഭവിച്ചു? സകല നാമത്തെക്കാളും മേലായ നാമം അവന് ലഭിക്കുവാനിടയായി തീർന്നു. നീ അനുസരണമുള്ളവനായി തീരുമ്പോൾ, ദൈവത്തിന്റെ പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ, സങ്കടമുണ്ട്, പ്രയാസങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, അതിന്റെ എല്ലാം മധ്യത്തിൽ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നീ വിശ്വസ്തയോടുകൂടെ ചെയ്യുമ്പോൾ, hallelujah, when you go through that crushing experience, even through that, when you remain faithful with God, hallelujah, ദൈവത്തിന് ചില അനുഗ്രഹത്തിന്റെ നന്മകളുടെ വഴികൾ നിനക്ക് തുറന്ന് തന്ന് നിന്നെ മാനിക്കാനുണ്ട്. ദൈവ പൈതലേ, മറന്നു പോകരുതേ. സ്വർഗം കാണുന്നുണ്ട്, മുഖം മറച്ച് കളഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അന്നേരം യേശു തന്നെ തന്നെ സമർപ്പിക്കുകയാണ്. He knew it, but even then he surrendered himself. മറ്റൊരു വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം. Okay, ഇതെന്താ പറയുന്നത്? When Jesus said, I will, here I am, send me എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പറയുന്നത് എന്താ? ഒരു വാഗ്ദത്തം നൽകപ്പെട്ടിരിക്കുകയാണ്. Isaiah chapter 9 and verse 6, it says, a child is born, a son is given, government will be upon his shoulders, his name will be called Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace. ഇതെല്ലാം നമുക്കറിയാം. പിതാവ് എന്നെ ചിന്തിപ്പിച്ച വിഷയമാകട്ടോ, അതുകൊണ്ട് ഞാനത് പറഞ്ഞു പോകട്ടെ. പിതാവിന്റെ ഹിതത്തിനായി അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞപ്പോൾ പിതാവ് ലോകത്തിന് നൽകിക്കൊടുക്കുന്നത് ആരെയാ നൽകിക്കൊടുക്കുന്നത്? When Jesus surrendered himself for the will of the Father, what is the Father giving to the world? A savior. A savior. Then Isaiah chapter 9 and verse 6 says, എന്താ പറയുന്നത്? ഒരു ശിശു ജനിച്ചിരിക്കുന്നു, പിന്നെ ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അല്ലേ? ഒത്തിരി വിഷയങ്ങളുണ്ട്. I can go on expounding those. Child is born. It brings so much of joy. The birth of Jesus brought so much of joy. Son is given, an inheritor. അല്ലേ? പിതാവിന്റെ അവകാശിയായിട്ട് son is given. അവകാശി, പിതാവിന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പിതാവിന്റെ അവകാശങ്ങൾ, ഹല്ലേലൂയ, അതിന് റൈറ്റ്ഫുൾ ഇൻഹെറിറ്റർ ആണ് യേശു.
മകനെ നൽകപ്പെട്ടിരിക്കുകയാണ്. Right? Government is upon his shoulder. Authority. Hallelujah. He will be called Wonderful Counselor. He gives the right advice. Mighty God. Nobody can be against him. Everlasting Father. What does it mean? He has a home. He's preparing a place. Right? So many things you can figure out from that word. ഇതെല്ലാം പിതാവ് പുത്രനെ കുറിച്ച് പറഞ്ഞ പേരുകളാണ് അല്ലേ? എന്നാ യേശുവിനെ ലോകം വിളിച്ചത് എന്താ? പിതാവ് പുത്രനെ കുറിച്ച് പറഞ്ഞത് ഇവൻ എന്റെ പ്രിയപുത്രൻ. പിതാവ് യേശുവിനെ കുറിച്ച് പറഞ്ഞത് അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു. Right? He's a mighty God, wonderful. He's counselor. He's a mighty God. He's a prince of peace. ഇതെല്ലാം യേശുവിനെ കുറിച്ച് പിതാവ് പറഞ്ഞത്. ലോകം പറഞ്ഞതോ തച്ചന്റെ മകനാണെന്നും ഭൂതം പിടിച്ചിരിക്കുവാണെന്നും പിന്നെ ചതിയന്, റൈറ്റ്, ബെൽസബൂബിനെയും കൊണ്ടാ നടക്കുന്നതെന്നും. So many things the world said about Jesus. ശ്രദ്ധിച്ചോ ദൈവ പൈതലേ? നീ ആര് നിന്നെ കുറിച്ച് എന്ത് പറയുന്നതാ നിനക്ക് വിഷയം? ശ്രദ്ധിച്ചേ. നിന്നെ കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലോചനയാണോ നിനക്ക് വലിയത്, അതോ ലോകം പറയുന്നതാണോ? സ്വർഗത്തിലെ ദൈവം നിനക്ക് പേര് തന്നിട്ടുണ്ടോ? ഇമ്മാനുവേൽ, നിന്നോട് കൂടെ എപ്പോഴും ഇരിക്കുന്നവൻ. ഹല്ലേലൂയ, സർവശക്തൻ. Hallelujah, everlasting, Alpha and Omega, beginning and the end, the Lion of Judah. Hallelujah. എത്രയോ അത്ഭുതകരമായ പേരുകൾ യേശുവിന് കൊടുത്തപ്പോൾ ലോകം അവന് കൊടുത്ത പേര് ചതിയൻ, വഞ്ചകൻ, ഹല്ലേലൂയ, കാർപ്പന്ററിന്റെ മകൻ എന്നു വേണ്ട ഒത്തിരി വിഷയങ്ങൾ അവനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവ പൈതലേ, ലോകം നിന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നല്ല നിന്റെ വിഷയം. നിനക്ക് വിളി തന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്, നിന്നെ അയച്ച ഒരു ദൈവമുണ്ട്. അയക്കപ്പെട്ടവനെ അയച്ചവൻ നിന്നെ കുറിച്ച് എന്ത് പറയുന്നു അതായിരിക്കണം നിന്റെ വിഷയം. ഹല്ലേലൂയ. ലോകം തരുന്ന പേരല്ല നിന്റെ വിഷയം. ഹല്ലേലൂയ. ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, ഹല്ലേലൂയ, അവരും ഇവരും തരുന്ന പേരല്ല നിന്റെ വിഷയം. നിന്നെ കുറിച്ച് സ്വർഗം എന്ന് പറയുന്നു, അതായിരിക്കണം നിന്റെ വിഷയം. സ്വർഗം തുറക്കപ്പെടുമ്പോൾ ഇവൻ എന്റെ പ്രിയ പുത്രൻ എന്ന് നീ കേൾക്കണം. ഹല്ലേലൂയ. സ്വർഗം ആർക്കും വേണ്ടി തുറക്കപ്പെടത്തില്ല. ആലോചനകൾ പറയുന്നവർ, അഭിപ്രായങ്ങൾ പറയുന്നവർ, പരിഹസിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം തുറക്കത്തില്ല. സ്വർഗം തുറക്കപ്പെടുന്നത് പ്രിയപുത്രന് വേണ്ടിയാ. ഇന്ന് പകൽക്കാലം നിരാശപ്പെട്ടു പോകരുത്, അതും ഇതും കേട്ട് സങ്കടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. സ്നേഹിതന്മാർ മാറിപ്പോകും, ഹല്ലേലൂയ, ബന്ധുമിത്രാദികൾ മാറിപ്പോകും, എല്ലാവരും മാറിപ്പോയാലും തുറക്കപ്പെട്ട സ്വർഗം നിന്റെ മുകളിൽ ഉണ്ട് ദൈവ പൈതലേ, അത് മാറത്തില്ല. There is a heaven which is open for you. Hallelujah. It will remain open. ഹല്ലേലൂയ. തുറക്കപ്പെട്ട സ്വർഗം നിനക്ക് വേണ്ടി അടയപ്പെടത്തില്ല. 40 വർഷം മന്ന പൊഴിച്ചു കൊടുത്തത് നിന്നില്ല. 40 വർഷം അത് നടന്നു. യോർദാനിൽ വന്നപ്പോഴാണ്, അക്കരെ നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ മന്ന കിട്ടിയില്ല എന്ന് പറയുന്നത്. മനസ്സിലായോ? നിന്നെ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു തരുന്നത് ലോകത്തിന്റെ വിഷയങ്ങൾ അറിഞ്ഞ് അത് നിന്നു പോകത്തില്ല. Are you listening to me this morning? Everything which God has planned for you, everything which God is sending you from heaven, nobody can stop it. If the manna has started coming from heaven, it will continue until you reach your destiny, child of God. നിന്റെ അവസാനത്തിലേക്ക്, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിച്ചതിലേക്ക്, വാഗ്ദത്ത നാടിലേക്ക്, കനാനിലേക്ക് നീ പ്രവേശിക്കുന്നവരെ തുറക്കപ്പെട്ട സ്വർഗം നിനക്ക് മുകളിൽ തുറന്ന് തന്നെയിരിക്കും. ഹല്ലേലൂയ. ലോകം അവന് കൊടുത്ത പേര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അതിനൊക്കെ അപ്പുറം പിതാവിനോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന യേശുവിന് അതൊന്നും വിഷയമല്ലായിരുന്നു. He just remained faithful to the call of his father.
അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. എഫെസ്യ ലേഖനം ഇന്ന് രാവിലെ നാം കേട്ടല്ലോ, കഴിഞ്ഞ ആഴ്ച ഞാൻ സംസാരിച്ച വിഷയം. ഇതെല്ലാം ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു? Ephesians chapter 2 and verse 9 it says, therefore God highly exalted him. വായിച്ചോ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും മതി ദൈവം അവനെ ഏറ്റവും അധികം ഉയർത്തി. ഹല്ലേലൂയ. ആരുടെ ഉയർച്ചയാണ് നാം ആഗ്രഹിക്കുന്നത്? ആരുയർത്തണം? മനുഷ്യരൊക്കെ കൊണ്ടുപോയി ഉയർത്തിന്റെ തടക്കോന്ന് താഴെ വീഴ്ത്തും കേട്ടോ. വലിയ വീഴ്ചയായിരിക്കും. എത്ര വേഗത്തിൽ പൊക്കുന്നോ അതിനേക്കാളും വേഗത്തിൽ കൈവിടും. പടുക്കാന്ന് വന്ന് താഴെ വീഴും. വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ദൈവം ഉയർത്താൻ കാത്തിരിക്കുക. Let the Lord lift you. Hallelujah. There is an extent, there is a limit to which man can lift you. മനുഷ്യൻ നിന്നെ ഉയർത്തുവാൻ ഒരു പരിമിതിയുണ്ട്. അത്രേ ഉയർത്തത്തുള്ളൂ, അത്രേ പൊങ്ങത്തുള്ളൂ. സത്യം പറഞ്ഞ നമുക്കും ഭാരമല്ലേ. പൊക്കി വെച്ചാൽ കുറച്ചു നേരമൊക്കെ താങ്ങും, പിന്നെ കൈയൊക്കെ തളരും, പിന്നെ വിടും. അത്രേ ഉള്ളൂ. That is how it is. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ ദൈവ പൈതലേ? ഹല്ലേലൂയ. സഹോദരന്മാരായാലും സഹോദരികളായാലും കുടുംബക്കാരായാലും ചർച്ചക്കാരായാലും പാസ്റ്ററായാലും വിശ്വാസികളായാലും കുറച്ചു നേരം പൊക്കിക്കൊണ്ട് നടക്കും കേട്ടോ. നല്ലതാ ചക്കരയെ തേനെ എന്നൊക്കെ പറയും. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നപ്പോൾ ലോകം അവനെ കുറിച്ചൊന്നും പറഞ്ഞില്ല കേട്ടോ. ലോകം അവനൊന്നും കൊടുക്കാനില്ലായിരുന്നു കേട്ടോ. ആ വചനങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിച്ച ക്രിസ്തുവിന് ലോകത്തിന് കൊടുക്കാനൊന്നുമില്ല. Right? The risen Christ who was resurrected from the dead on the third day, the world had nothing to give him. What can the world give? His resurrected power of the Holy Spirit which raised Jesus from the dead. He was risen. What can the world give to a risen Christ? Hallelujah. ചിന്തിച്ചു നോക്കിക്കാട്ട്. ജീവിച്ചിരുന്നപ്പോൾ, ഭൂമിയിലായിരുന്നപ്പോൾ, ക്രൂശീകരണത്തിന് മുന്നമേ അവനെ കുറിച്ച് പറയുന്നത് അവനെ തല ചായ്ക്കാൻ പോലും ഇടം കൊടുക്കാത്ത ഒരു ലോകമാണ് അല്ലേ ദൈവ പൈതലേ? എന്നാൽ മരിച്ച ആ അവസ്ഥയിൽ ക്രൂശിക്കപ്പെടുന്നതിന് മുന്നമേ ഞാൻ പറഞ്ഞതുപോലെ പിതാവ് പോലും കൈവിട്ട് കളഞ്ഞു എന്ന് പുത്രന് തോന്നിയ കാര്യമുണ്ട്, അവസ്ഥകളുണ്ട് അല്ലേ? എന്നാൽ യേശുവിനെ കുറിച്ച് പറയുന്നത് എന്താ? അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവരായതിനെ കൊണ്ട് എന്ത് സംഭവിച്ചു? God highly exalted him and gave him a name which is high above every other name. ആർക്കും തരാൻ പറ്റാത്തത് ചിലത് നീ പ്രാപിക്കും ദൈവ പൈതലേ. ഇന്ന് പകൽക്കാലം ഈ വചനം ഒന്ന് ഏറ്റെടുത്തേ. ഹല്ലേലൂയ. ലോകത്തിന് തരാൻ പറ്റാത്തത് ദൈവം നിനക്ക് നൽകി തരും. ഹല്ലേലൂയ. ലോകത്തിന് ഈ എക്സോൾട്ടഡ് നെയിം, സകല നാമത്തെക്കാളും ശ്രേഷ്ഠമായ നാമം ലോകത്തിന് കൊടുക്കുവാൻ കഴിയത്തില്ല. The world cannot give Jesus a name which is highly exalted above all other names. The world cannot give it. Only God the Father can give it. മനസ്സിലായോ ദൈവ പൈതലേ? ദൈവത്തിന് നിനക്ക് ചിലതൊക്കെ നൽകി തരുവാൻ കഴിയും, അത് ലോകത്തിന് തരുവാൻ കഴിയത്തില്ല. പക്ഷെ അത് പ്രാപിക്കണമെങ്കിൽ മരണത്തോളം വിശ്വസ്തനായിരിക്കണം. ക്രൂശിലെ മരണത്തോളം വിശ്വസ്തനായിരിക്കണം. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ he was obedient, so God gave him a name which is highly exalted. hallelujah. പിന്നെ വായിക്കുന്നത് എന്താ? a name, പത്താമത്തെ വാക്യം, the name of Jesus every knee should bow. യേശുവിന്റെ നാമത്തിൽ സകല മുഴങ്കാലുകൾ, അങ്ങനല്ലേ? യേശുവിന്റെ നാമത്തിൽ സർവ്വലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുമെന്ന് വായിക്കുന്നു. ആരുടെയൊക്കെയാ? സകല മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും, all the world എന്തു ചെയ്യും? യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ക്രൂശിൽ വെച്ച് തറച്ചപ്പോൾ ചിന്തിച്ചോ? ഹല്ലേലൂയ. മനസ്സിലാക്കണമേ. ഹല്ലേലൂയ. അവന് നൽകപ്പെട്ടത് എല്ലാ ഹല്ലേലൂയ മുഴങ്കാലും അവന്റെ മുൻപാകെ മടങ്ങും. പിന്നെ every tongue will confess that Jesus is Lord.
എല്ലാ നാവും യേശു തന്നെ കർത്താവെന്ന് ഏറ്റുപറയും. ആരാ? ഏത് നാവാ? അവനെ ക്രൂശിക്കാൻ പറഞ്ഞ നാവ് അല്ലേ? അവനെ കള്ളനെന്ന് വിളിച്ചവർ, ചതിയനെന്ന് വിളിച്ചവർ, ഇവരുടെ നാവ് ഏറ്റുപറയും. എന്താ ഏറ്റുപറയാൻ പോകുന്നത്? അവൻ ദൈവപുത്രനായിരുന്നുവെന്നും അവൻ ക്രിസ്തുവാണെന്നുമെന്നും ഹല്ലേലൂയ അവർ ഏറ്റുപറയുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അന്നേരം യേശു ഏദൻ തോട്ടത്തിൽ അവൻ കേട്ട് ആ വചനം അവൻ ഏറ്റെടുത്ത് അവനെ തന്നെ സമർപ്പിക്കുമ്പോൾ he was ready for everything what he might have to say. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 38-ാമത്തെ വാക്യം എന്ന് വായിച്ചാട്ടെ. Acts chapter 10 and verse 38. God anointed Jesus of Nazareth. ദൈവം പരിശുദ്ധാത്മാവിനാൽ സോ യേശുവിനെ പരിശുദ്ധാത്മാവിന്റെ ബലം കൊണ്ടും ശക്തി കൊണ്ടും നിറച്ചത് എന്തിനു വേണ്ടിയാ? To do good, heal all that were oppressed of the devil, for God he did everything which was good. അല്ലേ? നന്മ ചെയ്തുകൊണ്ട് നടന്നു, പിതാവിന്റെ ഹിതം നിവർത്തിച്ചുകൊണ്ട് നടന്നു. ഹല്ലേലൂയ. ഈ യാത്രാമധ്യേ പല വിഷയങ്ങൾ സംഭവിച്ചു അല്ലേ? പിശാച് വന്ന് സന്ദർശിച്ചു, ആൾക്കാർ വിട്ടുപോകുന്ന അവസ്ഥകളുണ്ട്, പിന്നെ കുടുംബക്കാർ വന്ന് കംപ്ലൈന്റ് പറയുന്ന വിഷയങ്ങളുണ്ട്. ഇതെല്ലാം ഇതിന്റെ ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇതിന്റെ എല്ലാം മധ്യത്തിൽ ദൈവം അവനെ അയച്ച ഉദ്ദേശം മറന്നുപോയില്ല. മനസ്സിലായോ ദൈവപൈതലേ? ദൈവം നിന്നെ അയച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. ഈ ലോകത്തിൽ നിന്നെ ആക്കി വെച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. കഷ്ടങ്ങൾ വരുന്നെന്നും പറഞ്ഞ് ദൈവത്തിന്റെ പദ്ധതിക്ക് വ്യത്യാസം വന്നിട്ടില്ല. പ്രയാസങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് യേശുവിനെ ആൾക്കാരെല്ലാം വിട്ടുപോകുന്നു. യേശു പറഞ്ഞു നിങ്ങൾക്കും വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. പത്രോസ് വലിയൊരു വെളിപ്പാട് അവിടെ പറയുന്നുണ്ട്. എന്താ? നിന്നെ വിട്ട് ഞങ്ങൾ where can we go? You have the words of eternal life. Jesus said, oh, everybody is deserting. You can also go. നിങ്ങൾക്കും വേണമെങ്കിൽ വിട്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യം എന്താ? ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടല്ലോ. അന്നേരം അനേക വിഷയങ്ങൾ, എന്നെ ശ്രദ്ധിക്കണമേ, അനേക വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതിക്ക് വ്യത്യാസം വന്നിട്ടില്ല. The plan of God is continuing in your life. Just because you are facing some difficulties in your life doesn't mean, just because you are going through a crisis in your life doesn't mean the plan of God has come to a standstill. No. God is still working, child of God. ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ പ്ലാന്, അവൻ നിന്നെ ഉയർത്തുവാൻ, സകല നാമത്തെക്കാളും ശ്രേഷ്ഠമായ നാമം നൽകി തരുവാൻ ദൈവത്തിന്റെ പദ്ധതി മുൻപോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ, എന്നെ ചിന്തിപ്പിച്ച വിഷയം പെട്ടെന്ന് ഞാൻ പറയട്ടെ. ഈ ലോകത്തിൽ എല്ലായിടത്തും ചെന്ന് എന്താക്കി? യേശു പോയിടത്തെല്ലാം അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ശിഷ്യന്മാരുണ്ടാക്കി. ഞാൻ ചിന്തിപ്പിച്ച ഒരു കാര്യം പറയാം. ലോകത്തിൽ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 17-18 വാക്യത്തിൽ പറയുന്നത് എന്താ? ഭൂലോകം എങ്ങും പോയി ശിഷ്യരാക്കിക്കൊള്ളണം. ക്രിസ്ത്യാനികളാക്കാൻ പറഞ്ഞോ? ഇന്ന് സഭയ്ക്ക് വന്നിരിക്കാൻ കുഴപ്പം എന്താണെന്നറിയാമോ? ക്രിസ്ത്യാനികളാക്കുക അല്ല, ശിഷ്യന്മാരാക്കണം. അല്ലേ? ശ്രദ്ധിക്കണമേ. Jesus did not say go and make Christians. No, he said go and make disciples and make them to obey everything which I have commanded. ഞാൻ കൽപ്പിച്ചതൊക്കെ അവരെ പഠിപ്പിക്കണം, അനുസരിക്കുവാൻ പഠിപ്പിക്കണം. അങ്ങനെ ശിഷ്യന്മാർ എങ്ങനെയുള്ളവരായിരിക്കണം? അനുസരണമുള്ളവരായിരിക്കണം. ശിഷ്യന്മാർ, disciples. Jesus has sent us to make disciples. ശിഷ്യന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മരണം വന്നാലും മാറിപ്പോകത്തില്ല. ക്രിസ്ത്യാനി ഓടിപ്പോകും കേട്ടോ. നാമമുള്ളവർ, പേരുള്ളവർ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, രോഗം, ദുഃഖമൊക്കെ അവരുടെ ഹിതപ്രകാരം, അവരുടെ എക്സ്പെക്ടേഷൻ, രാവിലെ നാം കേട്ടല്ലോ, അവരുടെ ഡിസയേർഡ് എക്സ്പെക്ടേഷൻ അവർക്ക് ലഭിച്ചില്ല എങ്കിൽ വിട്ടുപോകും. എന്നാൽ ഒരു ശിഷ്യനോ ഗുരുവിനെ പോലെ ആയാൽ മതി എന്ന് പറഞ്ഞ് അവന്റെ ക്രൂശ് എടുത്ത് ദിനം തോറും അവനെ അനുഗമിക്കുവാൻ ഇടയായി തീരും. ആരായി തീരണം? ശിഷ്യനായി തീരണോ? ക്രിസ്ത്യാനിയായി തീരണോ?
ക്രിസ്ത്യാനിയെക്കാളും നല്ലത് ശിഷ്യനായി തീരുക. ശിഷ്യനായി തീരുമ്പോൾ ഒരു താഴ്മ ധരിക്കും. ഹല്ലേലൂയ. ശിഷ്യനായി തീരുമ്പോൾ അവന്റെ ക്രൂശ് എടുക്കുവാൻ തോന്നും. ശിഷ്യനായി തീരുമ്പോൾ സകലതും ചപ്പന്നും ചവറെന്നും എണ്ണുവാൻ തോന്നും. ശിഷ്യനായി തീരുമ്പോൾ നമുക്ക് മുൻപേ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാനുള്ള കൃപ പ്രാപിക്കും. ശിഷ്യനായി തീരുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ കൃപകൾ ഏറ്റെടുത്ത് ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ കഴിയും. അതിന് നീ ശിഷ്യനായി തീരണം, ക്രിസ്ത്യാനി അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. യേശു ക്രൂശിൽ പോകുന്നതിന് മുന്നമേ, അവൻ ഇവിടെ ഇല്ല, he is not here, he is risen, അത് കേൾക്കുന്നതിന് മുന്നമേ there was an agony that he had to go through. Look at the Garden of Gethsemane. Before he reached Gethsemane, he had to go through so much in his life. He was betrayed. He had to go through humiliations. He was he was like thrown away from cities. He had to go through everything. But when he gets Gethsemane, hallelujah, he is praying in agony, an agony where he is asking his father, Father, if you will, let this cup be taken away. വേദനയോടുകൂടെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പാനപാത്രം നീങ്ങിപ്പോകണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. നീങ്ങിപ്പോകാത്ത ചില വേദനകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നീങ്ങിപ്പോകാത്ത ചില വേദനകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അത് ദൈവം അറിയാതെ അല്ല, അതിന് അതിര് വരുന്ന ഒരു ദിവസമുണ്ട്. Hallelujah. Lord, take away this cup. You have been praying, and if you see that cup is not removed, remain there. Be in the will of the Lord, because that is a time which God has seen to take away that cup from you, and you will be glorified before God. Hallelujah. ഈ ഏദൻ തോട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈസ് ഇൻ പെയിൻ. അവൻ വേദനയില്ല. അവൻ ഹല്ലേലൂയ വളരെ സങ്കടത്തിൽ കൂടെ കടന്നു പോകുക. 30 വെള്ളിക്കാശിൽ 3.5 കൊല്ലം നടന്നവൻ കാണിച്ചു കൊടുക്കുക അല്ലേ? എനിക്ക് ഒത്തിരി വിഷയങ്ങൾ പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ സമയം തീരുന്നല്ലോ, ഞാൻ നിർത്തുകയാണ്. 30 വെള്ളിക്കാശിൽ ഈ 3.5 വർഷം കൂടെ നടന്നവൻ, അത്ഭുതം കണ്ടവൻ, സ്വർഗത്തിൽ നരപ്പാട് ലഭിക്കുന്നത് കേട്ടവൻ, അവൻ എന്ത് ചെയ്തു? 30 വെള്ളിക്കാശിന് ഈ യേശുവിനെ, ഈ ഹല്ലേലൂയ ലാംബ് ഓഫ് ഗോഡിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ചതിക്കപ്പെടുന്ന അവസ്ഥ വന്നിട്ടുണ്ടോ? കാണിച്ചു കൊടുക്കപ്പെടുന്ന അവസ്ഥ വന്നിട്ടുണ്ടോ? അതിന്റെ വേദന മനസ്സിലായിട്ടുണ്ടോ? കൂടെ നിൽക്കുന്നവർ ചതിക്കുമ്പോൾ, 30 വെള്ളിക്കാശിന് ഹല്ലേലൂയ വിറ്റുകളയുമ്പോൾ, അത്ഭുതങ്ങൾ കണ്ടവർ, കൂടെ ഇരുന്നവർ, ഭക്ഷിച്ചവർ, പാനം ചെയ്തവർ, നാടുതോറും നടന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അത്ഭുത പ്രവർത്തികൾ കാണിക്കുന്നത് കണ്ടവൻ കാണിച്ചു കൊടുത്തപ്പോൾ ഉണ്ടായ വേദന ഒന്ന് മനസ്സിലാക്കണമേ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ അങ്ങനെ വേദന വന്നിട്ടുണ്ടെങ്കിൽ ദൈവ പൈതലേ, ദൈവം കണ്ടിട്ടുണ്ട്, ദൈവം മറന്നു പോയിട്ടില്ല. ഹല്ലേലൂയ. 30 വെള്ളിക്കാശിന് ഒരു ചുംബനവും കൊടുത്തു. അതും ഇരിക്കട്ടെ. ഹല്ലേലൂയ. പല ചുംബനങ്ങളും പല ഹഗ്ഗും സൂക്ഷിക്കണം കേട്ടോ. എന്തിനു വേണ്ടിയാണെന്നൊന്നും അറിയത്തില്ല. 30 വെള്ളിക്കാശ് മേടിച്ചിട്ടാ ഈ ചുംബനമെന്ന് യേശുവിന് അറിയാമായിരുന്നു. ഈ വന്ന് ഹഗ് ചെയ്യുന്നതും ഈ വന്ന് കിസ് ചെയ്യുന്നതും 30 വെള്ളിക്കാശ് നേരത്തെ കൊടുത്ത് ഫിക്സ് ചെയ്ത് വന്നിരിക്കുകയാണെന്ന് യേശുവിന് മനസ്സിലായി. നമുക്ക് മനസ്സിലാകാൻ കഴിവില്ലായിരിക്കും നിന്റെ നിവർത്തികേടില്. ഹല്ലേലൂയ. നിനക്കറിയാൻ വയ്യായിരിക്കും. എന്നാൽ മനസ്സിലാക്കണമേ, നിന്റെ ഹൃദയത്തെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. മനസ്സിലായിട്ടുണ്ട് ദൈവത്തിന്, അത് മനസ്സിലായിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ചതിച്ചവനെ എന്താ വിളിക്കുന്നത്? ഫ്രണ്ട്. റൈറ്റ്? വാട്ട് എ ലവ് ദാറ്റ് ഈസ്. ചതിച്ചവനെ യേശു വിളിക്കുന്നത് കൂട്ടുകാരൻ, ഫ്രണ്ട്. ഹല്ലേലൂയ. ഇതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ ഞാൻ ഇവിടെ നിർത്തുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗദസമനയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂടെ പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ല അല്ലേ? ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നോട് കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല, പ്രാർത്ഥിക്കാൻ ആരും കാണത്തില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, കഴിഞ്ഞ 30ഉം 20ഉം വർഷമൊക്കെ കൂടെയൊക്കെ നിന്നവർ, പ്രാർത്ഥിച്ചവരൊക്കെ ഇന്ന് ഹല്ലേലൂയ ഈ സാഹചര്യത്തിൽ നിന്റെ കൂടെ ആരും കാണത്തില്ല കേട്ടോ.
നീ കരം പിടിച്ച് ഓരോ സ്റ്റെപ്പും വളർത്തിക്കൊണ്ട് വന്നതൊന്നും കൂടെ കാണത്തില്ല. 3.5 വർഷം പറഞ്ഞു കൊടുത്തതെല്ലാം മറന്നുപോയി. ശത്രുവിനെ സ്നേഹിക്കണമെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തതെല്ലാം മറന്നുപോയി. ഇന്നെന്താ കാണിച്ചു കൊടുക്കുകയാണ്. അവനെ വിളിച്ചത് ഫ്രണ്ട്, മിത്ര, അല്ലേ, കൂട്ടുകാരനെ എന്ന് വിളിച്ചു. ഹല്ലേലൂയ. ആ വേദനയുടെ നടുവിൽ, പ്രാർത്ഥനയുടെ നടുവിൽ ആരുമില്ലായിരുന്നു, ശിഷ്യന്മാരില്ലായിരുന്നു. അവൻ ഏകനായി ഹല്ലേലൂയ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഏൽപ്പിക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ പിതാവ് പോലും കൈവിട്ട ആ സാഹചര്യത്തിൽ ഹല്ലേലൂയ എനിക്ക് വേണ്ടി ആര് നിൽക്കുമെന്ന് അവൻ ചിന്തിച്ചു കാണും. എല്ലാവരാലും തള്ളപ്പെട്ടു. അധികാരികളുടെ മുൻപിൽ കൊണ്ടുവന്നു, പിലാത്തോസിന്റെ മുൻപിൽ, ഹെരോദാവിന്റെ മുൻപിൽ, ജനത്തിന്റെ മുൻപിൽ. ഹല്ലേലൂയ. 33.5 വയസ്സല്ലേ? He was stripped naked in front of a big crowd. ലോകത്തിന്, എന്നെ ശ്രദ്ധിക്കണമേ, ലോകത്തിന് തേജസ്സിന്റെ വസ്ത്രം നൽകി കൊടുക്കുവാൻ വന്നവന്റെ വസ്ത്രം കീറിക്കളഞ്ഞോ, മാറ്റിക്കളഞ്ഞോ? അനുഭവിച്ചത് ചില്ലറയല്ല. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി കടന്നുപോയ വേദനകൾ, ഹല്ലേലൂയ, അത് വലിയതാണ്. എന്നാൽ ക്രൂശിലെ മരണത്തോളം അപമാനം സഹിച്ച്, നിന്ന സഹിച്ച്, പരിഹാസം സഹിച്ച് വിശ്വസ്തനായി നിന്നപ്പോൾ സകല നാമത്തെക്കാളും മേലായ നാമം യേശുവിന് നൽകപ്പെടുവാനിടയായി തീരൂ. അവൻ പറഞ്ഞതുപോലെ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. He is not here. He is risen. Hallelujah. ചിലതൊക്കെ ദൈവം പറഞ്ഞിട്ടില്ലേ, നടക്കും ദൈവ പൈതലേ. There are things which God has told you in the past, in your prayer life, when you were fasting, when you were reading the word of God. There are things which the word of God has told you. There are things which the word has prompted out. Hallelujah. Stood out for you. Those things will come your way. Depend on the Lord. Wait for the Lord. There is a time when God will raise you up. നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. അന്ന് എത്ര വലിയ കല്ല് ആരെല്ലാം ഉരുട്ടി വെച്ചാലും, അധികാരികളോ റോമ സാമ്രാജ്യമോ ആരോ ആയിക്കോട്ടെ, എത്ര ശക്തമായ കല്ല് ഉരുട്ടി വെച്ചാലും, ഹല്ലേലൂയ, അത് ഉരുട്ടി തരാൻ നിനക്ക് ലോകത്തിന്റെ ആവശ്യം വരത്തില്ല. ദൂതനെ ദൈവം അയച്ചോളും. മനസ്സിലായോ ദൈവ പൈതലേ? ലോകം നിനക്ക് വേണ്ടി ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ലുകൾ മാറ്റാൻ സ്വർഗത്തിൽ നിന്ന് ദൂതനെ ദൈവം അയക്കും. നീ മനുഷ്യരെ നോക്കി കാത്തിരിക്കേണ്ട. ദൈവത്തിന്റെ വഴിക്കായി, ദൈവത്തിന്റെ ഹിതത്തിനായി, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി, ഹല്ലേലൂയ, ദൈവം അയക്കുന്ന ദൂതനായി, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കായി കാത്തിരിക്കാം. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. Thank you, God. Thank you, Lord. 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 ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവ